GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോറുകളിൽ അരിക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. അരിയുടെ വില 16-ൽ നിന്ന് 23 ആയി. ചെറുപയറിന് 13 രൂപയുടെയും ഉഴുന്നിന് 24 രൂപയുടെയും വർധന. മാർ ബസേലിയസ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ പരമാവധി രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് നൽകുമെന്ന് ഉമാ പ്രേമൻ. ഇതിനായി സന്നദ്ധ സംഘടനകളുടെ സേവനവും പ്രയോജനപ്പെടുത്തും. തൃക്കാര്യൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വൃദ്ധയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പൂമറ്റത്തുകുടി നന്ദിനിയമ്മ. വാർത്തകൾ വിശദമായി. കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോറുകളിൽ അരിയുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു. ഇതുവരെ നൽകിയിരുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 16 രൂപയ്ക്ക് വിറ്റിരുന്ന അരിക്ക് 23 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പഞ്ചസാരയുടെ വില 25-ൽ നിന്ന് 30 ആയി. വറ്റൽമുളക് 45-ൽ നിന്ന് 63 ആയും മല്ലിയുടെ വില 44-ൽ നിന്ന് 58 ആയും ഉഴുന്നിന് 36-ൽ നിന്ന് 60 ആയും ചെറുപയറിന് 45-ൽ നിന്ന് 58 ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെളിച്ചെണ്ണയുടെ വില 62 തന്നെയായി നിലനിർത്തിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകളിലും നന്മ സ്റ്റോറുകളിലും വില വർധനവ് പ്രാബല്യത്തിലായിട്ടുണ്ട്. പൊതുവിപണിയിൽ നിന്നും വാങ്ങി സഹകരണ വകുപ്പ് സബ്സിഡി നൽകിയാണ് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിറ്റിരുന്നത്. പൊതുവിപണിയിലെ വില വർദ്ധിച്ചതോടെ സബ്സിഡി നൽകുന്നത് വഴിയുള്ള നഷ്ടം വർദ്ധിച്ചു. ഇത് മറികടക്കാനാണ് ഇപ്പോഴത്തെ വില വർധനവ്. കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററിലൂടെ പരമാവധി രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് ചെയ്തു കൊടുക്കുമെന്ന് സെന്ററിന്റെ മേധാവി ഉമാ പ്രേമൻ. മെഡിക്കൽ രംഗത്ത് ശ്രദ്ധേയമായ സേവനങ്ങൾ നടത്തിവരുന്ന മാതൃകാ വനിതയാണ് ഉമാ പ്രേമൻ. കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് പിന്നിലെ ഊർജ്ജമാണ് ഉമാ പ്രേമൻ. സ്വന്തം വൃക്ക മറ്റൊരാൾക്ക് ദാനമായി നൽകി രോഗികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ വനിത ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഉമ 15 വർഷം മുമ്പ് ആരംഭിച്ച ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന് കീഴിലുള്ള 10 ഡയാലിസിസ് സെന്ററുകളിലൊന്നാണ് ബസേലിയസിലേത്. ഇവിടെ 10 യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരേ നേരത്ത് നമുക്ക് 10 പേർക്ക് ഡയാലിസിസ് കൊടുക്കാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് ബി, സി, അങ്ങനെ CMV ഒക്കെ ഉള്ള പേഷ്യന്റിന് വേണ്ടി 2 മെഷീനും സാധാരണ ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടി 8 മെഷീനുമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഒരു ദിവസം 30 പേർക്ക് ഡയാലിസിസ് കൊടുക്കാൻ പറ്റും. 100ഓളം രോഗികൾക്ക് ഈ യൂണിറ്റ് കൊണ്ട് അവർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റും. 100 പേരെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും 8ഉം 10ഉം ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ മാസം നമുക്ക് ഒരു 800-900 ഡയാലിസിസോളം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. സ്ഥല സൗകര്യം ലഭ്യമാക്കിയതാണ് ബസേലിയസ് ആശുപത്രിയുടെ പ്രധാന പങ്കാളിത്തം. യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മുതൽ മുടക്കും പ്രവർത്തന ചെലവും ഉമാ പ്രേമൻ ഏറ്റെടുക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് മെഷീനുകൾ വാങ്ങിയിട്ടുള്ളത്. പ്രവർത്തന ചെലവിന് സന്നദ്ധ സംഘടനകളുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നും ഉമാ പ്രേമൻ വ്യക്തമാക്കി. വളരെ കുറഞ്ഞ നിരക്കാണ് ഡയാലിസിസിനായി നിശ്ചയിച്ചിട്ടുള്ളത്. നിർധനരായവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുമെന്നും ഉമാ പ്രേമൻ പറഞ്ഞു. ഡയാലിസിസ് ചാർജ് 500 രൂപയാണ്. നമ്മൾ എന്താ പറയുക, ഡിസ്പോസിബിൾ അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ മതി. 500 രൂപയും ഡോക്ടർ ഫീ 50 രൂപയും. അതാണ് ഇവിടുത്തെ ചാർജ്. സൗജന്യമായിട്ട് ഇപ്പോൾ വൈസ്മാൻസ് ക്ലബ്ബ് 1000 ഡയാലിസിസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1000 എണ്ണം സൗജന്യമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും ഓരോ ട്രസ്റ്റുകളുടെ സഹായത്തോടു കൂടി പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഡയാലിസിസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് കൃത്യമായ ചികിത്സ കിട്ടാതെ മരിച്ചതിനെ തുടർന്നാണ് ഉമ മെഡിക്കൽ സേവന രംഗത്ത് ശ്രദ്ധയൂന്നിയത്. ഇതിനുശേഷം സ്വന്തം വൃക്ക ഒരു പരിചയവുമില്ലാത്ത രോഗിക്ക് ദാനമായി നൽകി. അന്ന് വൃക്ക സ്വീകരിച്ച സലീൻ ഉമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ പ്രധാന സഹായിയായി കൂടെയുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് തന്നെ ഡോക്ടർമാര് ഞങ്ങളുടെ 2 ആളുടെയും ചെക്കപ്പുകളെല്ലാം തുടങ്ങി. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സലീലിന് ഗവൺമെന്റിന്റെ പെർമിഷന് പോകണം. തമിഴ്നാട് ഗവൺമെന്റിന്റെ പെർമിഷന് പോയപ്പോൾ ഗവൺമെന്റ് ഞങ്ങളോട് ചോദിച്ചു, ഒരു കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടും? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സാമ്പത്തികമല്ല, എനിക്കൊരു സഹോദരനെ കിട്ടും, അതിനു വേണ്ടി ഒരു കിഡ്നി കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇതൊരു വെൽ പ്ലാൻഡോ ജീവിതത്തിൽ ഒരു കിഡ്നി കൊടുത്തേ അടങ്ങൂ എന്നുള്ള വാശിയൊന്നുമല്ല. ആ സാഹചര്യത്തിൽ എനിക്ക് അയാൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ ഇത്ര മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നു. താൻ പ്രവർത്തന രംഗത്തിറങ്ങുമ്പോൾ ഏറെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളതായി ഉമ വ്യക്തമാക്കി. ഏറെ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് തന്നെ ഡോക്ടർമാര് ഞങ്ങളുടെ 2 ആളുടെയും ചെക്കപ്പുകളെല്ലാം തുടങ്ങി. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സലീലിന് ഗവൺമെന്റിന്റെ പെർമിഷന് പോകണം. തമിഴ്നാട് ഗവൺമെന്റിന്റെ പെർമിഷന് പോയപ്പോൾ ഗവൺമെന്റ് ഞങ്ങളോട് ചോദിച്ചു, ഒരു കിഡ്നി കൊടുത്താൽ എന്ത് കിട്ടും? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സാമ്പത്തികമല്ല, എനിക്കൊരു സഹോദരനെ കിട്ടും, അതിനു വേണ്ടി ഒരു കിഡ്നി കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇതൊരു വെൽ പ്ലാൻഡോ ജീവിതത്തിൽ ഒരു കിഡ്നി കൊടുത്തേ അടങ്ങൂ എന്നുള്ള വാശിയൊന്നുമല്ല.
ആ സാഹചര്യത്തിൽ എനിക്ക് അയാൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ ഇത്ര മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നു. തന്റെ പ്രവർത്തനം ഡയാലിസിസിന്റെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചതായും ഉമ പറഞ്ഞു. ഏറെ പേർ തന്റെ പാത പിന്തുടർന്നു. തന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പേർ സഹായം നൽകുന്നുണ്ടെന്നും ഉമ പറഞ്ഞു. അവയവദാനത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം തന്റെ ലക്ഷ്യമാണെന്നും ഉമ പറഞ്ഞു. ഈ രംഗത്ത് സർക്കാരിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ഉമയുടെ അഭിപ്രായം. ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ മരിച്ചിട്ട് പോലും നടക്കില്ല എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ. ആ നിയമങ്ങളിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ എഴുതുന്ന ബില്ലിലുള്ള സ്വത്തൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ തുല്യമായിട്ട് കിട്ടാനൊക്കെ വകുപ്പുള്ള പോലെ തന്നെ നമുക്കൊരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ളൊരു അവസരം. മറ്റത് എങ്ങനെ ലീഗലാണോ അതുപോലെ ഇതും കൂടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്താനുള്ള രീതിയിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഞാനും സലീലൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അവൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതാ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് പരമാവധി ഓർഗൻ ഡൊണേഷനിലും. അതേപോലെ തൃക്കാര്യൂർ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വൃദ്ധയുടെ മൃതദേഹം കണ്ടെത്തി. തൃക്കാര്യൂർ പൂമറ്റത്തുകുടി നന്ദിനിയമ്മയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെയാണ് ചെക്ക് ഡാമിന് സമീപം കാണപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കുളിക്കാനിറങ്ങിയ നന്ദിനിയമ്മ ഒഴുക്കിൽപ്പെട്ടത്. നന്ദിനിയമ്മ പതിവായി കുളിക്കുന്നത് ഈ കടവിലായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പും ഒഴുക്കും കൂടുതലായിരുന്നു. ഇതേ തുടർന്നാണ് നന്ദിനിയമ്മ ഒഴുക്കിൽപ്പെട്ടതെന്ന് കരുതുന്നു. 2 മണിക്കൂറോളം കഴിഞ്ഞാണ് വിവരം വീട്ടുകാരും നാട്ടുകാരും അറിയുന്നത്. രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെയാണ് മൃതദേഹം കണ്ടെടുത്തത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ നന്ദിനിയമ്മയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ഓണാഘോഷത്തിന് ചാരായം വിൽക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട് സ്വദേശി അനിലിനെയാണ് ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനിൽ വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന വാറ്റുചാരായം കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തിരുന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് വാർഷികം കോതമംഗലത്ത് നടന്നു. ഘോഷയാത്രയും സമ്മേളനവും ഉണ്ടായിരുന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര വർണ്ണശബളമായിരുന്നു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്നു. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒപ്പമുണ്ടായിരുന്നു. കോഴിപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തങ്ങളത്ത് സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് MK വേലായുധന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ശ്രീ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ സ്വാധീനം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നല്ല പരിശ്രമം ഈ സംഘടനയ്ക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്ന് മാത്രമാകണമെന്ന് ഞാൻ പറയുന്നില്ല. കോളേജ് അടക്കം, കോളേജ് എന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരിക്കണമെന്നില്ല, സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട നല്ല ഒരു കോളേജ് അതിന് വേണ്ടിയിട്ട് തുടങ്ങാൻ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ആലോചിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകൾ, അത് ആ കാര്യങ്ങളിലൊക്കെയുള്ള പ്രത്യേകമായ ശ്രദ്ധ, കാരണം അതിനൊക്കെ പ്രത്യേക അനുമതി നൽകാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കഴിയും. അതൊക്കെ നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറയുന്നു. ജോസഫ് ആഴിക്കൻ MLA വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് TU രാധാകൃഷ്ണൻ, ഡോക്ടർ TK പ്രഭാകരൻ, MG രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് MA ബിജോയ് കുമാർ, VN ദാമോദരൻ, KP ബാബു, ശോഭ ചന്ദ്രശേഖരൻ, വിജി പ്രഭാകരൻ, PR അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. PN രജിത് ലാൽ സ്വാഗതവും PG ദിനു കൃതജ്ഞതയും പറഞ്ഞു. ഹൈക്കോടതി വിധി പ്രകാരം വ്യാപാരികളുടെ ലൈസൻസ് ഫീസ് അടയ്ക്കാൻ സൗകര്യം ലഭിച്ചില്ലെന്ന് പരാതി. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ 11 വ്യാപാരികളാണ് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ മുനിസിപ്പൽ ഓഫീസിലെത്തിയത്. ടെനൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു.
ഈ 11 വ്യാപാരികളുടെ ലൈസൻസ് മുനിസിപ്പാലിറ്റി നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ലൈസൻസ് ഫീസും കുടിശ്ശികയും 6 ഗഡുക്കളായി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവ് നൽകി. ആദ്യ ഗഡു സെപ്റ്റംബർ 1 വാങ്ങണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം ഫീസ് അടയ്ക്കാൻ എത്തിയപ്പോഴാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ലെന്ന കാരണം പറഞ്ഞ് വ്യാപാരികളെ മടക്കിയത്. 2-ാം തീയതി കിട്ടിയ ഉത്തരവാണ് കോടതി ഉത്തരവ്. ഇന്നിപ്പോ 1-ാം തീയതിയായി. ഇത് പറയുന്നത് എല്ലാ മാസവും ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ payable on the 1st of every month commencing from 1/9/2012 എന്നാണ് പറയുന്നത്. 2012 9-ാം മാസം 1-ാം തീയതി എല്ലാ 1-ാം തീയതി വാങ്ങുന്ന പറയുന്നത്. ഇവിടെ പറയും സെക്രട്ടറി ഇല്ല, സെക്രട്ടറി വരട്ടെ. ചാർജ് ഇല്ല. ചെയർമാൻ വിളിക്കുമ്പോൾ ചെയർമാൻ വേളാങ്കണ്ണിയിലാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് മുനിസിപ്പാലിറ്റി. ഒരാഴ്ച അടഞ്ഞ സ്ഥാപനം. 22-ാം തീയതിയുടെ കോടതി ഉത്തരവ് 10 ദിവസമായിട്ടുള്ള വന്നില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൽ വ്യാപാരികൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ലൈസൻസ് ഫീസ് സ്വീകരിക്കണമെന്ന അപേക്ഷ ഫ്രണ്ട് ഓഫീസിൽ നൽകിയാണ് വ്യാപാരികൾ പിന്നീട് മടങ്ങിയത്. കോതമംഗലത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകി. കോതമംഗലം മാർബേസൽ സ്കൂളിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 44 കേഡറ്റുകളാണ് ഉള്ളത്. ഇവർക്ക് 3 ദിവസങ്ങളിലായാണ് പരിശീലനം നൽകിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ നിജു ഭാസ്കർ, TP ആമിന, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ MA എൽദോസ്, ഷിബി മാത്യു എന്നിവരാണ് നേതൃത്വം നൽകിയത്. സ്റ്റുഡൻസ് പോലീസുകാർ കോതമംഗലം പോലീസ് സ്റ്റേഷനും സന്ദർശിച്ചിരുന്നു. പോലീസിന്റെ ഡ്യൂട്ടി, സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ, ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് CI KP ജോസ്, SI KE സത്യവാൻ എന്നിവർ കുട്ടി പോലീസുമായി സംസാരിച്ചു. മാത്രമല്ല ഇന്ത്യന്മാരുടെ കടമയാണ് ആ മാസ്റ്ററിലായിട്ട് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. എന്ത് കണ്ട കാര്യം കണ്ടുകൊണ്ട് പറയണമെന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരുടെ 150 500 ശിക്ഷിക്കാവുന്ന ശിക്ഷിക്കപ്പെടും.